നമസ്കാരം. BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരു വട്ടം കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഞാൻ ഷാജി ഈപ്പൻ. ഇന്ന് നമ്മുടെ അതിഥി ഒരു കലാകാരനാണ്. കലാകാരൻ എന്ന് പറഞ്ഞാൽ മികച്ച കലാകാരൻ. മികച്ച കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കലയിൽ പ്രാവീണ്യമുള്ള ആൾ. ഇത്തരം ആളുകളെയാണ് പ്രതിഭ എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രതിഭയാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ പേര് മധു, അശ്വതി മധു എന്ന പേരിൽ അറിയപ്പെടുന്നു. അശ്വതി മധുവിനെ വർത്തമാനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ വിനയപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. മധുവിനെക്കുറിച്ച് ഞാൻ കേൾക്കുമ്പോൾ, ഞാനന്ന് കരിമണ്ണൂർ സ്കൂളിൽ പഠിക്കുന്നു, മധു തട്ടക്കൽ സ്കൂളിൽ പഠിക്കുന്നു. മധു അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു നാടക നടനാണ്. എന്നെക്കാൾ സീനിയറാണ് മധു. നാടകങ്ങളിൽ ബാലനടനായിട്ട് അഭിനയിച്ച അവാർഡ് വാങ്ങിക്കുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നാടകങ്ങളിൽ മുതിർന്നവരോടൊപ്പം അഭിനയിക്കുന്നു. നാടകരംഗത്തെ ഒരു പ്രധാനപ്പെട്ട ആളായി അക്കാലത്ത് കരിമണ്ണൂർ, ഉടുമ്പന്നൂർ പഞ്ചായത്തുകളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു അശ്വതി മധുവിൻ്റേത്. അശ്വതി മധു എങ്ങനെയാണ് ഈ നാടകത്തോടൊരു ആകർഷണം തോന്നുന്നുണ്ടായ കാരണം പറയാം? എനിക്ക് പണ്ട് മുതലേ നാടകം ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ നാടകം കാണും. എൻ്റെ അച്ഛൻ ഒരു ചെറിയ നടനാണ്. അച്ഛൻ നാടകം, കഥാപ്രസംഗം, ഇങ്ങനെ. അച്ഛൻ്റെ പേര് ഭാർഗവൻ. തട്ടക്കുഴി വിസാർ ഒക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ, അതിനും മുന്നേ കഥാപ്രസംഗ വേദിയിലൊക്കെ തിളങ്ങി നിന്നിട്ടുള്ളതാണ്. അപ്പം ആ ഒരു കണ്ടുപരിചയം എന്നെയും നാടകത്തിലേക്ക് ആകർഷിച്ചു. അങ്ങനെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യ നാടകം അഭിനയിക്കുന്നത്. അത് ബാലനടനായിട്ട് ഒരു ചെറുനാടകം, ഈ യൂത്ത് ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്ന ചെറുനാടകം. VM സോമൻ വേദിക്കകത്ത് എന്ന് പറഞ്ഞ ആളാണ് എന്നെ തെരഞ്ഞെടുത്ത് ഇവൻ അഭിനയിക്കും എന്നുള്ള ഒരു കണ്ടീഷൻ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കും. ആ യൂത്ത് ഫെസ്റ്റിവലിൽ ആ നാടകം അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അധ്യാപകർക്ക് എന്നോട് ഭയങ്കര താല്പര്യം. അപ്പോൾ എല്ലാ വാർഷികത്തിലും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നാടകം സംയുക്തമായി. ആ നാടകത്തിലൊരു ബാല നടൻ്റെ റോളുണ്ടായിരുന്നു. നമ്മുടെ മരിച്ചുപോയ ഫിലിപ്പ് സാർ, മുട്ടന്തരത്തിൽ ഫിലിപ്പ് സാറാണ് എന്നെ സെലക്ട് ചെയ്തത്. രാമകൃഷ്ണ സാർ, പൊന്നപ്പൻ സാർ എന്ന് വിളിക്കുന്ന നമ്മുടെ കരിമണ്ണൂർ രാമകൃഷ്ണ സാർ, പുള്ളി ഒരു നാടക നടനും ആരാധകനുമായിരുന്നു. പുള്ളിച്ചേട്ടനും അതെ. അപ്പോൾ ഇവരെല്ലാവരോടും കൂടിയാണ് എന്നെ സെലക്ട് ചെയ്തത്. ആ നാടകത്തിൽ ഞാൻ അഭിനയിച്ചു. എന്നോടൊപ്പം തന്നെ ഈ ഫിലിപ്പ് സാറും ഉണ്ടായിരുന്നു. ഫിലിപ്പ് സാർ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത്. പുള്ളി നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആരെങ്കിലും ആ നാടകത്തിൽ പുള്ളിയും എന്നോടൊപ്പം അഭിനയിച്ചു. അപ്പോൾ ഞാൻ ഒരു അനാഥ ബാലനായിട്ടാണ്. പുള്ളിയുടെ വീട്ടിൽ അനാഥ ബാലനായിട്ട് വളർന്നു വരുന്ന എന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പീഡിപ്പിക്കുമായിരുന്നു, ശാരീരികമായി ഉപദ്രവിക്കുമായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ അനുവദിക്കാതെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അല്പം സ്മോളൊക്കെ അടിച്ച് ഒരു പ്രൊഫസർ എന്ന കഥാപാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചിരിയുണ്ട്. ഈ ചിരിക്കുമ്പോഴെല്ലാം സത്യത്തിൽ ഞാൻ പേടിച്ചു പോയിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു 11 വയസ്സ് പ്രായം അറിയാം. പക്ഷെ നാടകത്തിലാണെങ്കിലും പുള്ളിയുടെ ചിരി ഭയങ്കര ചിരിയാണ്. ആ ചിരിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ നടുങ്ങുമ്പോൾ അറിയാതെ തന്നെ എനിക്ക് ഒരു ഭാവം വരികയും അഭിനയം വരികയും ചെയ്യും. അപ്പം പുള്ളിക്ക് ഒന്നോടെ കമ്പോ എൻ്റെ ഇത് കാണും. അങ്ങനെ ആ നാടകത്തിൽ പുള്ളിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ്, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എനിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്, ആ ബെസ്റ്റ് ആക്ടർ അവാർഡ് പുള്ളിക്ക് കിട്ടിയപ്പോൾ പുള്ളി അന്ന് പറഞ്ഞിട്ട് വേദിയിൽ തന്നെ പരസ്യമായി പറഞ്ഞു, എനിക്ക് ഈ അവാർഡിന് അർഹനാക്കിയത് ഈ കുട്ടിയാണ്. അതുകൊണ്ട് ഈ അവാർഡ് ഞാൻ ഈ കുട്ടിക്ക് കൊടുക്കുന്നു. എനിക്ക് കിട്ടിയ അവാർഡും കൂടി ഈ കുട്ടിക്ക് കൊടുക്കുന്നു. 2 അവാർഡുകളും എനിക്ക്. പിന്നെ അവിടെ നിന്ന് പിന്നെ നിരന്തരമായി നാടകത്തിലേക്ക്. അത് ഈ അശ്വതി മധു എന്നുള്ള പേര് കിട്ടാനുള്ള കാര്യം അത് ഞാൻ തുടങ്ങി. അത് അശ്വതി മധു എന്ന് പേരിട്ടാൻ കാരണം എൻ്റെ സ്ഥാപനം, എനിക്ക് മൈക്ക് സെറ്റിനോട് ഭയങ്കര കമ്പമായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് മൈക്ക് സെറ്റ് തുടങ്ങി. അപ്പോൾ ഉടുമ്പന്നൂർ ടൗണിൽ 4 മധുമാരുണ്ട്. അങ്ങനെ ആ 4 മധുമാരിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അശ്വതിയിലെ മധു. അശ്വതി സൗണ്ട്സ് ആയിരുന്നു. അങ്ങനെയാണ് അശ്വതി മധു. അശ്വതിയിലെ മധു പിന്നീട് അശ്വതി മധു. അതിപ്പോ ഒരു എന്താ പറയുക, ഒരു പേരായി മാറി. അശ്വതി മധു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പേരായി മാറി. ഈ അന്നത്തെ പ്രധാനപ്പെട്ട നാടകങ്ങൾക്ക് കാണുമായിരുന്നു. കൊല്ലം ട്യൂണയുടെ നാടകമുണ്ട്, തിരുവനന്തപുരം സംഘചേതന,
വൈക്കം മാളവിക, ചാലക്കുടി സാരഥി, ചങ്ങനാശ്ശേരി ഗീത, കോഴിക്കോട് സ്റ്റേജ് ഇന്ത്യ, ഇവരുടെ എല്ലാ നാടകങ്ങളെന്ന് നമ്മുടെ കരിമൂട് സന്തോഷ് ക്ലബ്ബിൽ മിക്കവാറും വരുമായിരുന്നു. അത്ര നാടകങ്ങളൊക്കെ അന്ന് കാണുമായിരുന്നു. എല്ലാ നാടകങ്ങളും കാണുമായിരുന്നു. എല്ലാ നാടകങ്ങളും കാണും. എനിക്ക് വേറൊരു അഭിമാനം കൂടി ഉള്ളത്, നമ്മുടെ ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഒരു ഗ്രാമ പ്രദേശമാണ്. ഒരു പ്രൊഫഷണൽ നാടകം ആദ്യമായി ഉടുമ്പന്നൂർ കൊണ്ടുവന്നത് ഞാൻ. അത് ഏത് വർഷം? 1977-78 കാലഘട്ടത്തിലാണ്. അതായത് നിങ്ങൾ SSLC കഴിയുന്ന വർഷം. വൈക്കം മാളവികയുടെ ഹിമരേഖയാണ് ആദ്യത്തെ. ഹിമരേഖ. വൈക്കം, ഒരു മിനിറ്റ്, വൈക്കം മാളവികയിലെ TK ജോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? വളരെ അറിയാം. TK ജോൺ അറിയാം. അതായത് കേരളത്തിലെ ഒരു പഴയ കാല നാടക നടൻ ആരാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ ഓ മാധവന്റെ പേരാണ് ആളുകൾ പറയുന്നത്. എന്നാൽ ഓ മാധവന് ശേഷം വന്ന ഒരു തലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടനായിരുന്നു TK ജോൺ. അവരൊരു ഒരു 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 യോജിപ്പുള്ള ഒരു നടനും കൂടിയായിരുന്നു വില്യം ഡിക്രൂസ്. TK ജോണോടൊപ്പം മാളവിക തന്നെ ഉണ്ടായിരുന്നു. വില്യം ഡിക്രൂസ്. ഇവർ രണ്ടുപേരുമുള്ള ഒരു മത്സര അഭിനയം ആരും കണ്ടു. ഈ ഹിമരേഖയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും. മമ്മൂട്ടി തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്ക് ആരോടെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വഴികാട്ടി എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. എങ്കിൽ പോലും അക്കാലത്തെ മറ്റേ മമ്മൂട്ടിയുടെ വീട് ഇവിടെയാണല്ലോ, വൈക്കത്തിനടുത്താണല്ലോ. അപ്പോൾ അന്നത്തെ ഒരു വഴികാട്ടി എന്ന് പറയാൻ ഒരു അഭിനേതാവിനെ ഞാൻ കണ്ടത് TK ജോണിലൂടെയാണെന്ന് പറഞ്ഞിട്ട്. TK ജോൺ അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട നടനായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ നാടകങ്ങളെന്ന് കാണുമായിരുന്നില്ലേ? അപ്പം മുത്തുച്ചിപ്പി എന്ന് പറയുന്ന നാടകം KT മുഹമ്മദ് എഴുതിയ നാടകമാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ നാടകം. എനിക്ക് തോന്നുന്നത് വൈക്കം മാളവികയുടേത്. അത് പിൽക്കാലത്ത് 1974 സിനിമയായി. രാജഹംസം, ഹരിഹരൻ സംവിധാനം ചെയ്ത. അതിനകത്തെ പ്രേംനസീർ അഭിനയിച്ച റോളായിരുന്നു TK ജോൺ ഈ നാടകത്തിൽ അഭിനയിച്ചു. സന്യാസിനി, അതൊക്കെ അപ്പുറത്തുള്ളതാണ്. അത് കളിക്കട്ടെ. അപ്പോൾ ആ നാടക രംഗത്തെ അങ്ങനെ, ആ നാടകം എത്ര വർഷം ആ നാടകരംഗം ആയിട്ട് മുമ്പോട്ട് പോയി? ഞാൻ SSLC കഴിഞ്ഞ് വീണ്ടും ഒരു 10-12 വർഷം കൂടി നാടകമായിട്ട് പോയി. അങ്ങനെ പ്രൊഫഷണൽ നാടക സ്റ്റേജിലെത്തി. ലൈറ്റ് ആൻഡ് സൗണ്ടുമായിട്ട്. ലൈറ്റ് ആൻഡ് സൗണ്ടിലേക്കാണ് പിന്നെ നിങ്ങൾ കാണുന്നത്. ഞാൻ പിന്നെ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു അനൗൺസറാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്സിലല്ലായിരുന്നു, അത് വ്യാപാര വ്യവസായികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കടകൾക്ക് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റ്. അത് വളരെ ഭംഗിയായി സാഹിത്യം, അതിനകത്ത് വളരെ സാഹിത്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഷാജഹാൻ ജൂവലറിയുടെ ഒരു പരസ്യം, അതാണ് അനൗൺസ് ചെയ്യുന്നെങ്കിൽ ഷാജഹാൻ ആരാണ്, മുഗൾ ചക്രവർത്തിയിലെ എത്രാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ഷാജഹാൻ എങ്ങനെയാണ് താജ്മഹൽ പണിത്, ആർക്ക് വേണ്ടിയാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് താങ്കൾ ഈ അനൗൺസ്മെൻറ്റ് എടുക്കുന്നത്. അപ്പം ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കും. അതിനകത്ത് നല്ല മുഴക്കമുള്ളൊരു സൗണ്ടുണ്ട്, അതിലൊരു സാഹിത്യം. ഇങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യമേ മൈക്കെടുത്ത് അനൗൺസ്, അതും ഈ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ വന്നതാണ്. അച്ഛൻ സിനിമയുടെ അനൗൺസ്മെന്റ്, ഈ വെള്ളിയാഴ്ചയിൽ സിനിമ മാറുമ്പോൾ സിനിമയുടെ അനൗൺസ്മെന്റ്, അങ്ങനെ അത് കേട്ടിട്ടാണ് അതിനോടൊരു താല്പര്യം എനിക്ക് കൂടുതൽ. അങ്ങനെ ഒരു രാഷ്ട്രീയ അനൗൺസ്മെന്റ് അച്ഛനെ വിളിക്കാൻ പറ്റില്ല, ഞാൻ പറ്റില്ല. അപ്പോൾ ഞാനന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് എൻ്റെ കലാപരമായിട്ടുള്ള വഴിത്തിരിവ് അവിടെ ആരംഭിക്കുക. അപ്പോൾ അന്ന് ഏത് വർഷമാണ്? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അല്ല, നാടകം അനൗൺസ്മെന്റ് കാര്യം പറയുന്നത്. അനൗൺസ്മെന്റ് അതും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. അത് അന്ന് ഈ വൈക്കം വിഷ്ണുവിനെയും ജോസഫ് ബ്രാഗത്തിനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു മാങ്കുളം കേസ്. അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അരേക്കണ്ടി അച്യുതൻ, എപ്പോഴും ഓർക്കുന്നത്, അരേക്കണ്ടി അച്യുതൻ കരിമുണ്ട് വീട്ടിൽ പ്രസംഗിക്കും. അതാണ് അനൗൺസ് ചെയ്തത്. അച്ഛൻ പറഞ്ഞു ഞാൻ വരില്ല. അപ്പൊ ഇവര് എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് അറിയില്ല, എന്നാ മകനെ വിടാവോ. അപ്പൊ അച്ഛൻ പറഞ്ഞു മകനോട് ചോദിച്ചോളൂ. ഞാനാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് നിൽക്കുകയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചൊന്നും ഒന്നുമില്ല. ഒന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ മോന് വരാവോന്ന് ചോദിച്ചു. വരാമെന്ന്. അപ്പൊ അവിടെ പ്രസംഗിക്കുന്നവർ പേരൊക്കെ എഴുത്തുന്നെങ്കിലും എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമെന്ന് ഓർത്തിട്ട് അവരുടെ വിശദീകരിച്ചുള്ള നോട്ടീസ്, ആ നോട്ടീസ് വായിച്ചു. അപ്പം മംഗളം വെച്ചിട്ടുള്ള സമരമാണ് അതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ശൈലിയിൽ ഞാനൊരു സാധനം കൂടി എഴുതിയിട്ട്, അന്ന് പെട്രോൾ ജീപ്പിലാണ് അനൗൺസ്മെന്റ്, വാൽവ് ആംപ്ലിഫയർ ഒക്കെ വെച്ചിട്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു ജവാൻ സൗണ്ട് ആയിരുന്നു കരിമണ്ണൂർ. ജവാൻ സൗണ്ടാണ് ആദ്യം. ജവാൻ സൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു പട്ടാളക്കാരൻ, ആ സൗണ്ടിലാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. അതവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ മുതൽ ഞാൻ അനൗൺസ്മെന്റ് ആരംഭിച്ചു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് നല്ലൊരു കലയാണ് എന്ന് എനിക്ക് തോന്നി. പിന്നീട് ഞാനൊരു വേറൊരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത്ര ഭംഗിയായിട്ട് അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത്. അനൗൺസ്മെന്റിലൂടെ ആളുകളെ ആകർഷിക്കാൻ നല്ലൊരു എന്താ പറയുന്ന ഒരു പരിപാടി നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ലൊരു അനൗൺസ്മെന്റ്, ഒരു പ്രചാരണം ഉണ്ടാവണം. തീർച്ചയായിട്ടും.
അതിന് കൊള്ളാം, ഇത് കേട്ടിട്ട് ഇത് കൊള്ളാമല്ലോ എന്ന് അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സംഗതിയാണ് ഈ ജനങ്ങളെയും ഈ പ്രോഗ്രാമുമായിട്ട് ചേർക്കുന്ന ഒരു പാലമാണ് സത്യത്തിൽ അനൗൺസ്മെൻറ്റ്. അത് നല്ല രീതിയിലുള്ള അനൗൺസ്മെൻറ്റാണ്, തീർച്ചയായിട്ടും ആളുകൾ കൂടും. ഇപ്പം EMS പ്രസംഗിക്കുന്നത് അതിന് അനൗൺസ്മെൻറ്റ് ആവശ്യമില്ല. കാരണം EMS പ്രസംഗിക്കുന്നത് അവിടെ എഴുതി വെച്ചാൽ ആളുകൾ തന്നെ വന്നോളും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരു ഉയർച്ച കിട്ടുന്നതിന് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നല്ല രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് അക്കാലത്ത് മധുവിൻ്റെ. ഈ കാര്യത്തിൽ മധുവിന് വഴികാട്ടിയുള്ള കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ആരാണത്? ഞാനിങ്ങനെ അനൗൺസ്മെന്റ് രംഗത്തേക്ക് വന്നു. എൻ്റെ ഒരു ശൈലി ഞാൻ അവിടെ വെച്ച് പോന്നുവെങ്കിലും 1982 നമ്മുടെ ഒരു റീ ഇലക്ഷൻ വന്നു, നിയമസഭാ റീ ഇലക്ഷൻ. നയനാർ മന്ത്രിസഭ താഴെ പോയിട്ട്, നയനാരല്ല നയനാർ പോയിട്ട് കരുണാകരൻ വരുന്ന സമയത്ത്, അതായത് മറ്റേ ആന്റണി മാണിയും പാർട്ടിയൊന്ന് മാറി മന്ത്രിസഭ ഉണ്ടാക്കി. ഇടതുപക്ഷ മുന്നണി വരുന്നതിന് ശേഷം നിയമത്ത് ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇവിടെ നടന്നപ്പോൾ ജനദേവൻ സഹാവിന് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ്. അല്ല, അത് 82 ജനറൽ ഇലക്ഷനാണ്. ജനറൽ ഇലക്ഷൻ 82 മെയ് മാസം നടക്കുന്ന ബൈ ഇലക്ഷൻ ആയിരുന്നു. അവിടെ അങ്ങനെയല്ല, മന്ത്രിസഭ താഴെ പോയിട്ട് റീ ഇലക്ഷൻ നടക്കുകയല്ലേ. അതെ, മന്ത്രിസഭ പോയി അതായത് മന്ത്രിസഭയെ പിരിച്ചുവിടുന്നു. പിരിച്ചുവിട്ടു. മന്ത്രിസഭ പിരിച്ചുവിടുകയല്ല, മന്ത്രിസഭ രാജിവെക്കുന്നു. ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. കാസ്റ്റിംഗ് മന്ത്രിസഭ വരുന്നു. കാസ്റ്റിംഗ് മന്ത്രിസഭയ്ക്ക് ശേഷം 1982 മെയ് മാസം തെരഞ്ഞെടുപ്പ് എടുക്കുന്നു. അന്ന് ആന്റണിയും മാണിയും UDF കൂടെ പോയി. അന്ന് ആ ഇലക്ഷൻ കരുണാകരൻ ജയിച്ചു വരുന്നു. 77 MLA-മാരുമായിട്ട് കരുണാകരൻ ജയിച്ചു വരുന്നു. ജിനോം മത്സരിക്കുന്നു. ജയിക്കുകയും ചെയ്തു. ആ മത്സരത്തില് ജനദേവന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യാൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പൊ ജനദേവന്റെ ഒരു സ്വന്തക്കാരൻ നമ്മുടെ രാജപ്പന്റെ സന്തോഷം ഞാനവിടെ പോയി ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊടുപുഴയിൽ നിന്ന് 2 പേര് അനൗൺസ്മെന്റ് വരുന്നുണ്ട്. അവരെ കുറിച്ച് എനിക്കറിയാം, എന്നെ അവർക്കറിയില്ല, അവരെ എനിക്കറിയാം. MM മീരാക്കുട്ടിയും UN ചന്ദ്രൻ അവർ വരുന്നത് കേട്ടപ്പോൾ ഞാനപ്പോൾ അവിടെ രാജാവായി, അനൗൺസ്മെന്റ് രാജാവായി. അവർ വരുന്നത് കേട്ടപ്പോൾ ഞാനൊന്ന് പത്തി മടക്കി. എന്തായാലും അവർ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അനൗൺസ്മെന്റ് കേട്ട് ചന്ദ്രൻ എന്നോട് താല്പര്യം തോന്നി. മണക്കാട് UN ചന്ദ്രൻ. അന്ന് അവിടെ വെച്ച് ഞാൻ ചന്ദ്രനെ ശിക്ഷിപ്പെട്ടു. ചന്ദ്രനാണ് ഇക്കാലത്ത് വഴികാട്ടി. തീർച്ചയായിട്ടും. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ചന്ദ്രൻ ഇപ്പോൾ അമേരിക്കയിലാണ്. വഴികാട്ടി മാത്രമല്ല, എൻ്റെ ഒരു സഹോദര തുല്യം, ജ്യേഷ്ഠ തുല്യം, എല്ലാം അതെ. ചന്ദ്രൻ എങ്ങനെയാണ് ഈ അനൗൺസ്മെന്റ് ചെയ്യേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഒഴിവാക്കണം, ഈ കാര്യങ്ങൾ പഠിപ്പിച്ചതുണ്ടോ? ചന്ദ്രൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ പുള്ളി പറഞ്ഞത്. അതായത് പുള്ളി പറഞ്ഞ സാധനം മരുന്ന് ഇപ്പോൾ കഴിക്കില്ലാത്തവർക്കും കഴിക്കാവുന്ന വരുന്നതാണ് ഹോമിയാണ് എന്നതുപോലെ കേൾക്കേണ്ടാത്തവർക്കും കേൾക്കേണ്ട രീതിയിൽ നമ്മൾ ഈ സാധനം കൊടുത്താൽ എന്നുള്ളതാണ് ചന്ദ്രൻ അവലംബിച്ചത്. അതായത് ഏത് വിഷയവും അത് പറഞ്ഞു വന്നിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് ഏത് സ്ഥാപനത്തിനും ചേർക്കാൻ പറ്റും. ആ ഒരു വഴികാട്ടിത്തം ആ മർമ്മം പഠിപ്പിച്ചു തന്നു. അതായത് അനൗൺസ്മെന്റിന്റെ മർമ്മം പഠിപ്പിച്ചു തന്നു. 1982 നടന്ന നിയമസഭാ ഇലക്ഷന് ഉടുമ്പൻചോലയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ജിനദേവന് വേണ്ടിയായിരുന്നു അത്. കാരണം ജിനദേവനോടുണ്ട് ഇവിടെ പാടിയ ഒരർത്ഥം. തീർച്ചയായിട്ടും. കാരണം ഒരു ആളെ ആദ്യമായിട്ട് നവാഗതനെ ഈ റോളെ ഏൽപ്പിക്കണമെങ്കിൽ അതൊരു ആത്മവിശ്വാസം വേണമല്ലോ. അക്കാര്യത്തിൽ ജിനദേവൻ നമ്മളെ സഹായിച്ചു ഇല്ലേ? തീർച്ചയായിട്ടും. അതിനുശേഷം നിങ്ങൾ ഈ വേറെ ഒരു വലിയ കാര്യം ഈ പറയപ്പെടുന്ന അനൗൺസ്മെന്റ് ആളുകൾക്ക് വേണ്ടി ചെയ്തു എന്ന് ഞാൻ അറിയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സംഘടന ഉണ്ടായി. തീർച്ചയായിട്ടും. ആ ഹിസ്റ്ററി എന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. അതായത് ഈ അനൗൺസ്മെന്റ് ഞങ്ങളിങ്ങനെ നടത്തിക്കൊണ്ട് നടക്കുന്ന സമയത്ത് മൈക്ക് പെർമിഷന് വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ട്. അത് ഉച്ചഭാഷണി നിയന്ത്രണം വന്നു. കോളാമ്പി പാടില്ല എന്ന് പറഞ്ഞു. ആ കോളാമ്പി പാടില്ല എന്ന് പറയുമ്പോഴും മുസ്ലിം സ്ഥാപനങ്ങളിൽ, മുസ്ലിം ദേവാലയങ്ങളിൽ വാങ്ങി വിളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ആളുടെ വിധിയാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങളൊരു സമരമൊക്കെ നടത്തി. ഇപ്പോൾ കോളാമ്പി നിരോധിച്ചാൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമെങ്കിൽ കോളാമ്പി ഞങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ബോക്സൊക്കെ ആരംഭിച്ചു. എങ്കിലും ജീവിതം മുൻപോട്ട് നേരത്തേക്കാൾ ബുദ്ധിമുട്ടായി. മേഖല പ്രതിസന്ധിയിലാണെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾക്കിത് സംഘടന വേണം, സംഘടിക്കണം എന്ന് തോന്നി. ഒരു കാലത്തും സംഘടിക്കില്ല എന്ന് തോന്നിയിരുന്ന അത്ര സാധ്യത ആ കാര്യത്തിൽ ഇല്ലായിരുന്നു വാസ്തവത്തിൽ. കാരണം മൈക്ക് അവിടെ മൂവാറ്റിൽ ഒരാൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവും, തൊടുപുഴ ഉണ്ടാവും, മൂന്നമറ്റത്തുണ്ടാവും, അല്ലെങ്കിൽ പാലക്കാടുണ്ടാവും. പക്ഷേ ഇവർ സംഘടിക്കണം എന്നുള്ള തോന്നല് ഉണ്ടാക്കിയത് മധുവിലൂടെയാണ്. തീർച്ചയായും. ഞാനല്ല, റഷീദ് കലയന്താനി ഞാനും കൂടെ കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ റെസ്റ്റ് ഹൗസിലാണ് ആദ്യത്തെ യോഗം കൊടുത്തത്. അവിടെ നിന്ന് അത് സ്പ്രെഡ് ചെയ്തിട്ട് കേരള സംസ്ഥാനം ഒട്ടുക്ക് രജിസ്റ്റേർഡ് സംഘടനയാക്കിയതിനെ മാറ്റം കഴിഞ്ഞു. സൗണ്ട് സർവീസ് അസോസിയേഷൻ ഓഫ് കേരള. അന്ന് എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഈ സംസ്ഥാന തലത്തിലെ ഈ
സംഘടനയിൽ ഏകദേശം പറഞ്ഞാൽ മതി. ഏകദേശം ഒരു 4000-ഓളം ആളുകൾ അന്നുണ്ടായിരുന്നു. ഇപ്പൊ എത്ര പേരുണ്ടത്? ഇപ്പോഴത്തെ നില എനിക്കറിയില്ല. ആ സംഘടന എങ്ങനെ അറിയില്ല. ആ സംഘടന എന്തുകൊണ്ടാണ് ആ സംഘടന പിന്നെ ഇപ്പൊ ആ സംഘടന പിരിഞ്ഞിട്ട് LSWA സംഘടനയായി മാറി. നിങ്ങൾ എത്ര വർഷം അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്? ഞാൻ അതിനകത്ത് 3 വർഷം സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് സംസ്ഥാന കമ്മിറ്റി എല്ലാം ഉണ്ടായിരുന്നതിനല്ല, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, തിരുവനന്തപുരം, എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകൾ. അതിനുശേഷം നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വ്യാപാരി വ്യവസായിയുടെ ഉടുമ്പന്നൂർ യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. അന്നും ഞാൻ ഈ യൂണിറ്റിന്റെ പ്രസിഡന്റായിരുന്നു. ഏത് 1992 മുതൽ പ്രസിഡന്റാണ്. ഇപ്പോഴും പ്രസിഡന്റാണ്. വ്യാപാരി വ്യവസായിയുടെ എന്താണ് വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റും? അത് അവരുടെ സംഘടനയുടെ കെട്ടുറപ്പ് എങ്ങനെയാണ്, സംഘടനയുടെ ആ സംഘടന രൂപീകരിച്ചതിന് കാരണം എന്താണ്, അതിന്റെ പ്രസക്തി അത് പറയുമോ? അന്ന് ഈ തൃശ്ശൂരിൽ നിന്നാണ് ഈ സാധനം ശക്തമായി ഉടലെടുത്ത് വരുന്നത് 1982. അതിനുശേഷം ഞാനിതിനകത്തേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുട്ടിച്ചേട്ടൻ ആണ് ഇതിന്റെ അന്നത്തെ പ്രസിഡന്റ്. മുടൂർ കുഞ്ഞുട്ടി. എനിക്കത് സൗണ്ട് ഉണ്ട്. അപ്പൊ ഇവര് ഈ സമര പരിപാടികൾക്കൊക്കെ പോകുമ്പോ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കും എന്നുള്ളൊരു തന്നെ. അപ്പൊ അതിന്റെ മുദ്രാവാക്യമൊക്കെ എഴുതി കൊടുക്കുന്നൊക്കെ ഞാൻ. അപ്പൊ അവർ ആശയം തരും, മുദ്രാവാക്യം എഴുതി കൊടുക്കും. കുഞ്ഞുട്ടി ചേട്ടൻ ഇങ്ങനെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ മണർകാട്ട് കുട്ടിയച്ഛൻ ചേട്ടൻ, കുഞ്ഞുട്ടി ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് അന്ന് സ്പർശനകൂലി, ദർശനകൂലി, പിന്നെ ചെറുകൂലി, അങ്ങനെ മുദ്രാവാക്യം എഴുതി കൊടുത്തു. അവർക്ക് താല്പര്യം അങ്ങനെ പോയത്. അപ്പൊ അങ്ങനെ അറിയാതെ എനിക്ക് എന്തോ ഇതിനോടൊരു വല്ലാത്തൊരു ആകർഷണം. അങ്ങനെ ഈ ഞാനിങ്ങനെ ഇതൊക്കെ എഴുതുന്നതുകൊണ്ട് ഇവര് ഏത് കമ്മിറ്റി ഉണ്ട് എന്നെ അതിനകത്തൊരു കമ്മിറ്റിക്കാരനായി. അങ്ങനെ കമ്മിറ്റിക്കാരനായി പയ്യെ അതിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് വന്നു. ഇപ്പൊ ആ സംഘടന വളരെ നല്ല രീതിയിൽ പോകുന്നു. ഇന്ന് നമുക്ക് ആത്മാഭിമാനത്തോട് അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. വേരിയ പൊളിറ്റിക്സ് ഇല്ല. വേരിയ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്, പക്ഷേ എങ്കിൽ പോലും അത് പ്രസരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് കെട്ടുറപ്പുണ്ട്. ഒരു കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അങ്ങനെയുള്ള രീതി അനുസരിച്ച് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാകും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് 1992 മുതൽ അശ്വതി മധു മർച്ചൻസ് അസോസിയേഷന്റെ ഉടുമ്പന്നൂർ പ്രസിഡന്റാണ്. പിന്നെ താങ്കളെ ഞാൻ അറിയപ്പെടുന്നത്, കേൾക്കുന്നത്, താങ്കളൊരു എഴുത്തുകാരനാകുന്നു എന്നുള്ളിടത്താണ് കാര്യം. കവിതകൾ എഴുതുന്നു, സ്ക്രിപ്റ്റ്സ് എഴുതുന്നു, അങ്ങനെയാണ് പിന്നീട് അറിയുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം എഴുത്തു തുടങ്ങിയത് പാരഡി. അത് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് പാരഡി പാട്ടുണ്ടാക്കുന്ന പരിപാടി. ഒരു 4 ലൈൻ അന്നത്തെ ഓർമ്മയിൽ ഒരു 4 ലൈൻ പാരഡി പാട്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാം. ഓർമ്മയിൽ നിന്ന് പാടിയാൽ മതി. പെട്ടെന്ന് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്. അല്ല, ഏതെങ്കിലും എത്രയോ പാരഡി പാട്ട് എഴുതിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ പാരഡി പാട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയില്ലേ, എന്തും ആയിക്കോട്ടെ, അത് നമ്മളിപ്പോൾ ആരെയും കളിയാക്കുന്നതിനോ അല്ലെങ്കിൽ ആരെയും പ്രകീർത്തിക്കുന്നതിനോ വേണ്ടിയൊന്നുമല്ല. എങ്ങനെ ഒരു പാരഡി പാട്ട് താങ്കൾ എഴുതുന്നു എന്ന് പ്രേക്ഷകർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് ഓർമ്മയോ ഒന്ന് നോക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഓർക്കുന്ന നമ്മുടെ പണ്ട് തങ്കരാജ് എന്ന് പറയുന്ന ഉടുമ്പന്നൂരുള്ള ആൾക്ക് അന്ന് പാരടിപ്പാട്ട് എഴുതായിരുന്നു. ഈ മംഗളം നേരുന്നു ഞാൻ എന്നുള്ള ആ പാട്ടിൻ്റെ ട്യൂണിലൊക്കെ അന്നത്തെ പാരടിപ്പാട്ട്. അപ്പോൾ ആളുകൾ കേൾക്കും. കാരണം മംഗളം ഹൃദയം ഒരു ക്ഷേത്രത്തിലെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ് മംഗളം നേരുന്നു എന്നുള്ള പാട്ട് ചേർത്ത് പാടിയത്. അപ്പോൾ ആ കാലത്ത് 77 തെരഞ്ഞെടുപ്പിൽ എ.സി. ചാക്കോയായിരുന്നു കരിമണ്ണൂരിൽ മത്സരിക്കുന്നത്. ആ സമയത്ത് ഈ പാട്ട് കേൾക്കുമ്പോൾ ആൾക്കാർ വോട്ട് ചെയ്യാത്ത പോലും വിചാരിക്കുന്നത് വോട്ട് ചെയ്ത് പാട്ടിനോടുള്ള ഒരു പാരടിപ്പാട്ടിന് വലിയ പ്രസക്തി ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ പാരടിപ്പാട്ട് പോലും? ഞാൻ എഴുതിയ പാടാൻ എനിക്ക് നല്ല വശമില്ല. ഞാൻ പറഞ്ഞാൽ മതി. പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ജോയിസ് ജോർജിനെ പാട്ട് എഴുതി. വ്യത്യസ്തനാമൊരു ആ ട്യൂണില് അതെങ്ങനെ എഴുതിയേക്കണേ? വ്യത്യസ്തനാമൊരു മെമ്പറാം ജോയിസിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ജോയിസിന്റെ കുറെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ട് ഉള്ള ഒരു പാട്ട് എഴുതി. അത് ഹിറ്റായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. അത് നമ്മുടെ അന്ന് ഈ ജോയിസിന് വേണ്ടിയിട്ട് ഇവിടെ ഇലക്ഷന്റെ മെയിനായിട്ട് ആൾ നിന്നത് ഗോപി കൂട്ടമുടിക്കൽ എന്ന് പറയുന്നതാണ്. പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി എന്നെ അഭിനന്ദിക്കുകയും അത് പാടിയത് കലാഭവൻ ഡാൻസാണ്. എൻ്റെ കലാഭവൻ ഡാൻസറാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു ഷോർട്ട് ഫിലിം, മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നല്ലോ, അത് പ്രണയ സുഗന്ധം. അതിന് ഈയിടെ അവാർഡ് കിട്ടുകയും ചെയ്തു. നല്ല നടിക്കുള്ള അവാർഡ് അല്ലേ, നല്ല ഗായകനുള്ള. പാടിയതാരാണ്? ഡെൻസനാണ് പാടി. സംവിധാനം ചെയ്തിരിക്കുന്നത്
സംവിധാനം ചെയ്തിരിക്കുന്നത് സജീവ് കലാപം. കലാഭവൻ സജീവനാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങളുടേതാണ് അല്ലേ? അതെ അതെ. പാട്ട് പാട്ട് എഴുതിയത് പാട്ട് നല്ല പാട്ടായിരുന്നത്, നല്ല നല്ല പാട്ട്. അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. അത് ഒരു വിരഹഗാനം, അതായത് അല്ല, ഈ പ്രണയഗാനങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, ഉണ്ട്. വിരഹഗാനങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു നഷ്ടപ്രണയത്തെ നഷ്ടപ്രണയത്തെക്കുറിച്ചും ഗാനങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ അത് 2 പ്രാവശ്യം ഈ പ്രണയ സുഗന്ധം ആ ഇത് കണ്ടു. അത് വ്യത്യസ്തമായ ഒരു ഷോർട്ട് ഫിലിമാണ്. ആ പാട്ട് വ്യത്യസ്തമാണ്. അത് ഞാൻ വെറുതെ നിങ്ങളിപ്പോൾ ഒന്ന് ഉയർത്തിക്കാട്ടി പറയാൻ വേണ്ടി പറയുന്നതല്ലേ. ഇതൊക്കെ വളരെ കൊള്ളാം. ഏത് കാര്യം വ്യത്യസ്തമായി ചെയ്യുമ്പോൾ ഇത് ഭംഗിയുള്ളതാവും. ഇനി പറഞ്ഞോളൂ. അത് എൻ്റെ ഒരു സുഹൃത്ത് അറിയാം, പുള്ളി ജീവിതത്തിൽ ഇന്നൊരു കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്തതിൻ്റെ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഒരു വിരഹ ദുഃഖം അനുഭവിക്കുന്നത്. സത്യത്തിൽ അത് രണ്ടുപേരും പരസ്പര തെറ്റിദ്ധാരണ മൂലം ഉണ്ടായതാണ്. ആ ഐഡിയ എന്നാണ്. അപ്പൊ പുള്ളി മനസ്സറിഞ്ഞ് ചെയ്തതല്ല, സ്ത്രീ മനസ്സറിഞ്ഞ് ചെയ്തതല്ല. ഇവരിൽ നിന്നുള്ള അകൽച്ച ഉണ്ടായി കഴിഞ്ഞിട്ട് പുള്ളിക്ക് പിന്നെ ഒരു രീതിയിലും അടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇവളെന്നെങ്കിലും ഇവന്റെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഇവനെ കാത്തിരിക്കുക. അവസാനം ഇവർ തമ്മിൽ കണ്ടുമുട്ടാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി. അപ്പോൾ ഇവൻ പറയുന്നു ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല, അവൾ പറഞ്ഞു ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കുറ്റവിമുക്തമാക്കുവാണല്ലേ. അവര് അതിനകത്ത് നിഷ്കളങ്കരാണ്, ശുദ്ധീകരിക്കാരാണ്. സാഹചര്യം അവരെ അകത്തിയതാണ്. ഇന്നും ഞാൻ ഏകനായി ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ആ പാട്ടിന്റെ ഒരു 4 ലൈൻ പാടാൻ പറ്റും പല്ലവി. അത് നീ കണ്ടുപോ, ഇന്നും ഞാൻ ഏകനാണെന്ന് നീ കണ്ടുപോ, കുറ്റപ്പെടുത്തുവാനാവില്ലെങ്കിലും തെറ്റിദ്ധരിച്ചതാണെന്ന് ഓർക്കുക. ആ രീതിയിലുള്ള വരികൾ. അത് സംഗീതം ചെയ്തതാരാണ്? സംഗീതം ചെയ്തത് നമ്മുടെ ഇപ്പോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന മനീഷ് ഷാജി എന്ന് പറഞ്ഞ ആള്. അതായത് നമ്മുടെ മുതലക്കുടം ഷാജി മുതലക്കുടം ഷാജി തബലിസ്റ്റ് ഷാജിയുടെ മോനാണത് ചെയ്തത്. ഈ ഇത്രയും ജീവിതത്തിനിടയ്ക്ക് ഈ എന്തെങ്കിലും ജീവിതത്തിൽ ഓർത്തു വയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ല. അതിപ്പോൾ അനൗൺസ്മെൻറ്റിലാവാം, ചിലപ്പോൾ ഈ സിനിമ ഫീൽഡിലാവാം. സിനിമയിൽ ഏതോ സിനിമ അഭിനയിച്ചിട്ടുണ്ടല്ലേ, ഒരു ചെറിയ റോഡ് അല്ലേ, കലാഭവൻ സജീവൻ്റെ വെള്ളക്കുതിര എന്നുള്ള അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ജീവിതത്തിൽ ഓർത്തു വയ്ക്കുന്ന ഒരു കാര്യം, എന്നും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിനെ മതിക്കുന്ന, മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന, മനസ്സിനെ രസിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കും ഉണ്ടാവും. അതിൽ ഏറ്റവും നല്ലത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർത്തോർത്ത് ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഈ വെള്ളക്കുതിര സിനിമയിൽ ഒരു വൈദികന്റെ വേഷമാണ്. അപ്പോൾ ആ വൈദികന്റെ വേഷം അഭിനയിച്ചു. അത് സംവിധായകർക്കൊക്കെ ആ വേഷവും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലൂയിസ് മെയിലുകാവ് വന്നിട്ട് ഉപ്പും മുളകിലൊന്ന് അഭിനയിക്കണം, ഒരു അച്ഛൻ്റെ വേഷം ചെയ്യണം എന്ന് പറഞ്ഞു. കോസ്റ്റ്യൂമായിട്ട് നാളെ തന്നെ വരണം എന്ന് എന്നെ വിളിച്ചു പറയാം. ലൂയിസിൻ്റെ സുഹൃത്താണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് വൈദികനായിട്ട് അഭിനയിക്കുന്നത് അച്ഛൻ്റെ വേഷം ചെയ്യുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതാണ്. ഞാൻ എന്തായാലും അച്ഛൻ്റെ കുപ്പായമൊക്കെ ആയിട്ട് ഇവിടെ വഴിത്തല ഷൂട്ടിങ് മുളക് ഷൂട്ട് ചെയ്യും. അവിടെ ചെന്നു. അപ്പോൾ സംവിധായകൻ പറഞ്ഞു ഒരു അരമണിക്കൂർ നിൽക്കണം. അപ്പോൾ അവർക്ക് ഈ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, അവിടെ ഇത് പറഞ്ഞു തരുള്ളൂ. അതനുസരിച്ച് ആ സന്ദർഭത്തിനനുസരിച്ച് അത് തന്നെയാണ്. അപ്പോൾ ഒരാളോട് കഴിട്ടെ വരാന്ന് പറഞ്ഞ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടീം എല്ലാവരും ഉണ്ട്, മുടിയനുണ്ട്, മറ്റേ എല്ലാവരും ഉണ്ട്. കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ പുള്ളി റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരച്ഛനാണ്, മോളെ പെണ്ണ് കാണാൻ കുറെ ആളുകൾ വരികയാണ്, തെറ്റിദ്ധരിച്ചാണ് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ മോളെ പെണ്ണ്, അച്ഛൻ്റെ മോളെ പെണ്ണ് കാണാൻ എന്നിട്ട് പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പറഞ്ഞു ഇനി കോസ്റ്റ്യൂം ഇട്ടോളാം. അപ്പൊ കോസ്റ്റ്യൂം ഇടാൻ വേറെ ഒരു കോസ്റ്റ്യൂം ഇല്ല, അച്ഛൻ്റെ കോസ്റ്റ്യൂം ഇല്ല. എനിക്ക് മനസ്സിലായി പള്ളിയിലെ അച്ഛനല്ല, പെണ്ണിന്റെ അച്ഛനാവാനാണ് എന്നാണ് അറിയുന്നത്. നമ്മൾ തെറ്റിദ്ധരിച്ചു, നമ്മൾ പള്ളിയിലെ അച്ഛനായിരിക്കുന്നത്. അതെ, ലൂയിസ് പറഞ്ഞു അച്ഛനാവാനാണ് പറഞ്ഞത്, പെണ്ണിന്റെ പിതാവാന്ന് പറഞ്ഞില്ല. അങ്ങനെ കോസ്റ്റ്യൂം എപ്പോഴും ഞാൻ ഓർത്തോർത്ത്. നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കേണ്ട സമയമായി. കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഭാര്യ, 2 മക്കൾ, അമ്മ
ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കിടപ്പാണെങ്കിലും 92 വയസ്സ്. ഒരു അസുഖവുമില്ല. ഭാര്യ കട്ടപ്പനക്കാരിയാണ്, കട്ടപ്പനയാണ്, സാലി എന്നാണ് പേര്. 2 മക്കള്. മൂത്ത മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് തട്ടക്കുറ തന്നെയാണ്, പാട്ടുപാറയിൽ. മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന മോൻ അല്ലസ്ര മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു. എൻ്റെ മോള് ബാങ്കിൽ ജോലി ചെയ്യുന്നു. മോൻ സൗണ്ട് എഞ്ചിനീയറാണ്. എൻ്റെ ഒരു പാരമ്പര്യത്തിലൂടെ എന്നെ പുള്ളി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല സൗണ്ട് എഞ്ചിനീയറാണ്, നല്ല പാട്ടുകാരനാണ്, അഭിനേതാവാണ്. മലയാള മനോരമയുടെ മനോരമ മ്യൂസിക്കിൻ്റെ ഒരു 4-5 ആൽബത്തിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. സ്റ്റുഡിയോ ഉണ്ട്, സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ പുള്ളി തന്നെയാണ്. ഇതുവരെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം? ഇനി ചെയ്യാനാകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് ചെയ്യാമായിരുന്നു, പക്ഷെ അന്നത്തെ സാഹചര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഇനി ഒരു ആഗ്രഹമായി ബാക്കി കൂടി കിടപ്പുണ്ടോ ഭാവി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആവാത്തത് കുറേ സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സമ്പത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സമ്പത്തിയാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ സൗഹൃദം. ആ പഴയ സൗഹൃദം, ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന ഷാജി ഈപ്പൻ വരെയുള്ള ആ സൗഹൃദങ്ങളൊന്നും ഇതൊരു കൂട്ടം വന്നിട്ടില്ല. നമ്മളായിട്ട് കൂട്ടം ഉണ്ടാക്കിയില്ല. മനസ്സിലെങ്ങനെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു അതെനിക്കറിയാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗഹൃദം ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് അശ്വതി മധു എന്ന് എനിക്കറിയാം. ഇപ്പോൾ തന്നെ ഇന്നൊരു കൂട്ടം പറ്റാതെ ഇനിയും തുടരും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ BBC-യുടെ ചെയർമാൻ സാബു നെയ്ശ്ശേരിയായിട്ട് വെച്ചപ്പോൾ അദ്ദേഹം താങ്കളെക്കുറിച്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. ഇവിടെ അല്ലാതെ വേറെ എവിടെ നിങ്ങൾ ജനിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ പ്രശസ്തനായ ഒരു കലാകാരനായിട്ട് മാറുമായിരുന്നു. അങ്ങനെ കലാകാരനായിട്ട് മാറുവാനുള്ള ഒരു പിന്തുണ വേറെ ഏത് സമൂഹത്തിലാണെങ്കിലും അവിടെ നിന്ന് കിട്ടുമായിരുന്നു. ഇവിടെ ഈ നാട്ടിലായതുകൊണ്ടാണ്, കാരണം നാട്ടിൽ പ്രവാചകന്മാർക്ക് വിലയില്ല. അങ്ങനെയാണല്ലോ എൻ്റെ ചൊല്ല്, പഴഞ്ചൊല്ലെന്നോ പുതിയ ചൊല്ലെന്നോ എന്തുകൊണ്ടും പറയാം. അപ്പം ഈ അങ്ങനെ ഒരു പിന്തുണ സമൂഹത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കിട്ടിയായിരുന്നുവെങ്കിൽ ഇതിനും അപ്പുറം തീർച്ചയായിട്ടും അല്ല പപ്പിട്ടില്ല അങ്ങനെ വിചാരിക്കുന്നു. എൻ്റെ സമുദായത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല, എൻ്റെ നാട്ടിൽ നിന്നും അങ്ങനെ കാര്യമായി നമ്മൾ ഇത്രയധികം നാട്ടുകാരെയും സമുദായത്തെയും സമൂഹത്തെയും സ്നേഹിച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ല. അതൊരു മനോവിഷമുള്ളൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഇപ്പം ഈ BBC-യുടെ പരിപാടിയോട് സഹകരിച്ചതിന് അശ്വതി മധു വളരെ നന്ദി. താങ്കൾ ഭാവിയിൽ ഉറപ്പായിട്ടും നല്ലൊരു കലാകാരനാണ്. ഒരു കലാകാരനെ അവൻ്റെ വഴിയിൽ ആർക്കും തടയാൻ പറ്റില്ല. നിങ്ങൾ മികച്ചൊരു കലാകാരനായിട്ട് സമൂഹത്തിൽ അറിയപ്പെട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.